ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഓക്കെ അതായത് നിങ്ങളുടെ ആള് എന്താ പറയാ, കുളത്തിലും അല്ല കരയിലും അല്ലാത്ത രീതിയിൽ നിൽക്കുന്നു. കുളത്തിൽ നിൽക്കുമ്പോൾ തോന്നും കരയിൽ നിൽക്കണമെന്ന്, കരയിൽ നിൽക്കുമ്പോൾ തോന്നും കുളത്തിൽ നിൽക്കണമെന്ന്. ഒരു ഒരു ഇത് കിട്ടുന്നില്ല, ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കെൽപ്പ് കിട്ടുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവനവൻ ചെയ്യേണ്ട തീരുമാനങ്ങളോ അടിയുറച്ചെടുക്കേണ്ട പല രീതിയിലുള്ള പല പരിപാടികളും പുള്ളിയുടെ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ലൈഫിലുണ്ട്. ഇവര് മുന്നോട്ട് വന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ആ പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടും. ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പല ജീവിതങ്ങളും രക്ഷപ്പെടും. പക്ഷെ അത് എന്താ പറയാ, സ്വന്തമായിട്ട് ഉറക്കം നടിച്ചിരിക്കുന്ന ഒരവസ്ഥ. നമുക്ക് ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ പറ്റുള്ളൂ. ഉറക്കം നടിച്ചിരിക്കുന്ന വ്യക്തിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അയാൾ തന്നെ വിചാരിക്കണം എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ പുറമേ നിന്ന് ഏതൊരു വ്യക്തികളും വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. അല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തിനെ അത്രയും സ്വാധീനിച്ച ഏതെങ്കിലും വ്യക്തി വിചാരിക്കണം. ഇവിടെ അങ്ങനത്തെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. കാരണം ഒരു ചെറിയ ഈ വ്യക്തിയുടെ ഒരു തീരുമാനം കൊണ്ട് ഒരുപാട് ജീവിതങ്ങൾക്ക് സന്തോഷവും സമാധാനവും, ഒരു കുടുംബത്തിന് അടിത്തറ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജീവിതത്തിന്, മറ്റുള്ള ജീവിതങ്ങൾക്കൊക്കെ ഒരു അടിത്തറ ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ചിന്തിക്കാതെ ഞാനും അല്ല, എൻ്റെ കയ്യും അല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറേയൊക്കെ മിണ്ടാതിരിക്കാം, കുറെ കാര്യങ്ങളൊക്കെ കേൾക്കാണ്ടിരിക്കാം മനഃപൂർവ്വം, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കാം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കണ്ണടച്ചിരുട്ടാക്കിയിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ആള് ചിന്തിക്കുന്നത്, നിങ്ങളുടെ ആള് പല കാര്യങ്ങളും പല രീതിയിൽ പല വിധത്തിൽ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിപ്പോ ഏതെങ്കിലും സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതങ്ങളോടായിരിക്കാം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ആള് ആഗ്രഹിക്കുന്നത്, എനിക്കൊരു പുതിയ ജീവിതം വേണം, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് പുതിയ ജീവിതം വേണം, എനിക്ക് സന്തോഷം വേണം, സമാധാനം വേണം, എന്നെ എല്ലാവരും സ്നേഹിക്കണം, എന്നെ എല്ലാവരും അംഗീകരിക്കണം, എൻ്റെ വഴിയിൽ ഞാൻ നടക്കുമ്പോൾ ആരും തടസ്സം നിൽക്കരുത്, എനിക്ക് എപ്പോഴും എൻ്റെ ജീവിതം സെലിബ്രേഷൻ ആയിരിക്കണം, സമാധാനവും സന്തോഷവും വേണം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ചിന്തിക്കുന്നത്. കുറെ കാര്യങ്ങൾ, തെറ്റുകൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് തിരുത്താനായിട്ടല്ല നോക്കുന്നത്, എനിക്ക് പുതിയ ജീവിതം വേണം. നമ്മളിപ്പോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകില്ലേ? ഇത് തെറ്റുകൾ തിരുത്താനായിട്ട് ഇത്തിരി സ്ലോ മൂവ്മെന്റാണ്. പക്ഷെ മറ്റുള്ളവരെന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ നല്ല രീതിക്ക് കീറി മുറിച്ച്
സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ വ്യക്തിയും ഈ വ്യക്തിയുടേതായിട്ടുള്ള കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോടാണെന്നുണ്ടെങ്കിലും അത് ക്ഷമിക്കുക, അത് കണ്ടില്ല എന്ന് നടിക്കുക, അതൊക്കെ മാറിക്കോളും, അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങളോ വേറെ ഏതെങ്കിലും വ്യക്തികളോ ഈ നിങ്ങളുടെ ഈ വ്യക്തിനോടോ നിങ്ങളുടെ വ്യക്തിനായിട്ട് ബന്ധപ്പെട്ട ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അത് ഡേറ്റ്, സമയം തുടങ്ങി ആരൊക്കെ അതിൻ്റെ അകത്ത് സാക്ഷികൾ ഉണ്ടായിരുന്നെന്ന് വരെ കുത്തിപ്പൊക്കി പറയാനായിട്ട് മടിയില്ലാത്ത ആളാണ്. ഒരു 70% ആളുകളുടെ വ്യക്തികളും ഇവിടെ അങ്ങനെയുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഹെൽത്ത് ഇഷ്യൂസ്, ശാരീരിക ബുദ്ധിമുട്ട് കാര്യങ്ങൾ, ഉറക്കമില്ലായ്മ, വിഷമം, അങ്ങനെയുള്ള എന്തെങ്കിലും ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അലട്ടുന്നുണ്ടാവാം. ഇവിടെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ചില ആളുകളുടെ അടുത്ത് സ്റ്റക്നെസ്സോ അല്ലാന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസിൽ സ്റ്റക്നെസ്സോ ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ഇത് സ്വന്തമായിട്ട് മേടിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്റ്റക്നെസ് ആണ്. സ്വന്തമായിട്ട് അതായത് നിങ്ങളുടെ ഈ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റക്നെസ് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റാൻ പറ്റും. പക്ഷെ ആ സ്റ്റക്നെസ് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വിഷമിക്കോ, ഇവര് വിഷമിക്കോ, അവരുടെ മുഖത്ത് പുഞ്ചിരി പോവോ, അവരുടെ പ്രീതി കുറയോ, അവർക്ക് എന്നോടുള്ള ഇഷ്ടം കുറയുമോ, അവർക്ക് എന്നോടുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോകുമോ, എന്നെ അവര് വേറെ രീതിയിൽ കാണുമോ, അപ്പൊ ഞാൻ എന്താ പറയാ, നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം കേട്ടോ പറയുന്നത്, അപ്പൊ ഞാൻ അവര് പറയുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്ന എന്റെ ജീവിതകാലം മുഴുവനും അവരെ ഇങ്ങനെ ഇഷ്ടത്തോടു കൂടി നോക്കിക്കോളും, എനിക്കൊരിക്കലും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വിചാരിച്ച് സ്വന്തമായിട്ട് ഒരു ചങ്ങല കാലിൽ ഇട്ട് അതിൻ്റെ താക്കോല് ഒരു അർഹതയില്ലാത്ത വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്ന പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി വിചാരിച്ചാൽ നല്ല സുഖസുന്ദരമായിട്ട് ആ സ്റ്റക്നെസ് ഒക്കെ മാറ്റി ഒരു പുതിയൊരു ജീവിതത്തിലോട്ട് തുടക്കം കുറിക്കാനായിട്ട് പറ്റും. പക്ഷെ ഇതൊന്നുമല്ല. ഇവിടെ സ്വന്തമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവോ, ഓവറായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു അർഹതയില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഓവറായിട്ട് ചിന്തിച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നു, ജീവിതം വേസ്റ്റ് ചെയ്ത് കളയുന്നു. അതും നിങ്ങളുടെ ഈ വ്യക്തിനെ ആലോചിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കാര്യങ്ങൾ പോലും ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അതിനു വേണ്ടി പ്രവർത്തിക്കാതെ ഒരർഹതയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ജീവിതം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും നിങ്ങളുടെ ആള്. അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള വഴികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും സാമ്പത്തികമായിട്ട് കുറച്ചും കൂടിയുള്ള മുന്നേറ്റം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ വ്യക്തിക്ക് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും എന്ത് കാര്യമാണെങ്കിലും എന്ത് കാര്യം ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാലും ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ശരിക്കുള്ള കാര്യങ്ങൾ ആരാണ് ചെയ്യുന്നത്, ശരിക്കുള്ള കാര്യങ്ങൾ ആരൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഇവര് മനസ്സിലാക്കുന്നില്ല. കാരണം ഒരു നല്ലൊരു മാണിക്യൻ അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളെ മറികടന്ന് ഒരു ഇതുമില്ലാത്ത ഒരു എന്താ പറയാ മിന്നുന്നതിന്റെ പുറകെ പോകുന്ന
ഒരു എനർജി ഉള്ള ഒരു വ്യക്തിയാണ്. അതിനാണ് നമ്മൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത്. ഒരു കയ്യിലുള്ള പരിപാടികൾ അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലുള്ള കാര്യങ്ങളുടെ ഗുണവും അതിൻ്റെതായിട്ടുള്ള പരിപാടികളും ഒന്നും മനസ്സിലാക്കാണ്ട് അതിനെ വേണ്ട രീതിയിൽ കെയർ ചെയ്യാണ്ട് ഒരു ഇതില്ലാത്ത എനർജിയുടെ പുറകെ പോകുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതായത് ആ എനർജി എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുമ്പോൾ മിന്നിയുടെ പുറകെ പോയിട്ട് കാര്യമുണ്ടോ? അതേപോലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ ശരിക്കുള്ള കാര്യങ്ങൾ കയ്യിലുണ്ട്. ആ കയ്യിലുള്ള കാര്യത്തിന്റെ മൂല്യം കാണാൻ തയ്യാറാവുന്നില്ല. ആ കയ്യിലിരിക്കുന്ന ആ എന്താ പറയാ പ്രഷ്യസ് ആയിട്ടുള്ള ആ കാര്യങ്ങളുടെ അടുത്ത് വരുമ്പോൾ, അത് ചിലപ്പോൾ വ്യക്തികളുടെ അടുത്തായിരിക്കാം, സിറ്റുവേഷൻസിന്റെ അടുത്തായിരിക്കും. അവിടെയൊക്കെ വരുമ്പോൾ പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. പുറം തിരിഞ്ഞു നിൽക്കുന്നു, കാണാൻ കൂട്ടാക്കുന്നില്ല. പകരം മിന്നാമിന്നുകളുടെ പുറകെ പോയി ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടുകളൊക്കെ പിടിച്ചു വെക്കുന്നു. അത് സ്വന്തമായിട്ട് ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടുകളും ഓരോ ഏണിയും എല്ലാം വലിച്ചു വെച്ചിട്ട് ആ ഒരു എനർജി അത് തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും പാസ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഇവിടെ അങ്ങനെയുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. കാരണം ഇപ്പം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഏത് രീതിയിലും സമാധാനം, സന്തോഷം, ഏത് രീതിയിലും നിങ്ങളെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. പക്ഷെ അത് എന്താ പറയാ, അത് വേണ്ട രീതിയിൽ നിങ്ങളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളെ പുള്ളി ഗൗനിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഗൗനിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. വേണ്ട രീതിയിൽ ഗൗനിക്കുമ്പോഴല്ലേ കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പാവുള്ളൂ, കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു പരിപാടികളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു എനർജിയാണ്. എന്ത് ചെയ്തു കഴിഞ്ഞാലും പക്ഷെ എനിക്ക് നല്ല ജീവിതം കിട്ടണം, എനിക്ക് നല്ല സന്തോഷം കിട്ടണം, എനിക്ക് സമാധാനം കിട്ടണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു എടുത്തുചാട്ടം ഇത്തിരി കൂടുതലുള്ള, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു ആളാണ് നിങ്ങളുടെ ഈ വ്യക്തി. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ആളുടെ പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.